നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഭാരതീയ സംസ്കൃതിയിൽ ജ്യോതിഷ ശാസ്ത്രത്തിന് വളരെ വലിയൊരു സ്ഥാനമുണ്ട്. ഗ്രഹങ്ങളുടെ ചലനങ്ങളും അവ മനുഷ്യജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനങ്ങളും കൃത്യമായി പ്രവചിക്കുന്ന ഒന്നാണ് ജ്യോതിഷം. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭാഗ്യം എന്നത്. നമ്മളിൽ ഭാഗ്യം പരീക്ഷിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഭാഗ്യപരീക്ഷണം നടത്തുന്നവരായിരിക്കും. കഠിനാധ്വാനം കൊണ്ട് മാത്രം ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കാതെ വരുമ്പോഴോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക നേട്ടങ്ങൾ ആഗ്രഹിക്കുമ്പോഴോ ആണ് മനുഷ്യൻ ഭാഗ്യത്തെ ആശ്രയിക്കുന്നത്. മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കുന്നവർ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഉത്സവങ്ങളിലും വലിയ ബമ്പർ ലോട്ടറികൾ പ്രഖ്യാപിക്കുമ്പോഴും ഈ ഭാഗ്യപരീക്ഷണം വളരെ സജീവമാകാറുണ്ട്. ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് വിഷു ബമ്പർ 2026 ഈ വരാൻ പോകുന്ന വിഷു ബമ്പറിൽ ഏറ്റവും സാധ്യതയുള്ള ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയായിരിക്കുമെന്ന് നമുക്ക് ശാസ്ത്രീയമായി നോക്കാം. ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഈ ഭാഗ്യമെന്ന് പറയുന്നത് പലതരത്തിലാണ്. അത് നമ്മുടെ പൂർവ്വ പുണ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാനമായിട്ടും ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ജ്യോതിഷത്തിൽ പല കാര്യങ്ങൾ പറയുന്നതെങ്കിൽ പോലും ചാരവശാൽ, അതായത് നിലവിലുള്ള ഗ്രഹങ്ങളുടെ മാറ്റം അനുസരിച്ച് ഈ കാലഘട്ടത്തിൽ ഏറ്റവും സാധ്യതയുള്ളവർ ആരൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായി പരിശോധിക്കാം. ഓരോ രാശിക്കാർക്കും ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അനുകൂലമായും പ്രതികൂലമായും വരാറുണ്ട്. സമ്പത്തിൻ്റെ കാരകനായ വ്യാഴം, കർമ്മങ്ങളുടെ ഫലം നൽകുന്ന ശനിയും ഇപ്പോൾ ഏതെല്ലാം രാശിക്കാരെയാണ് തുണക്കുന്നതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. അതിനു മുൻപായി മറ്റൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യം കടന്നു വരുമ്പോൾ, ഐശ്വര്യപൂർണ്ണമായ ദിനങ്ങൾ കടന്നു വരാൻ പോകുമ്പോൾ അത് നമുക്ക് അറിയാൻ സാധിക്കുമ്പോൾ അതിനെ നെഗറ്റീവായി സമീപിക്കാതിരിക്കുക. കാരണം നെഗറ്റീവ് ചിന്താഗതികളും പ്രവൃത്തികളും നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. നിത്യജീവിതത്തിൽ സർവ്വസാധാരണമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക് പോലുള്ള ധാരാളം നെഗറ്റീവ് ഊർജ്ജം നമുക്കൊപ്പം ഉണ്ടാവും. ആ നെഗറ്റീവ് ഊർജ്ജം നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. അതായത് നമുക്ക് എല്ലാ കാര്യത്തിനും അലസതയും മടിയും, അനാവശ്യമായ എടുത്തുചാട്ടം, ചില രോഗബാധിത മൂലമുള്ള ബുദ്ധിമുട്ടലുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രയാസങ്ങൾ, ഇത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ നമുക്കുണ്ടാവും. എന്നാൽ ഇതെല്ലാം ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ പ്രവർത്തനങ്ങളാൽ സംഭവിക്കുന്നതാണെന്ന് നമുക്ക് പലർക്കും തിരിച്ചറിയാൻ സാധിക്കാറില്ല. അത് നമ്മുടെ പ്രാർത്ഥനയുടെയും നമ്മളുടെ ഭക്തിയുടെയും കുറവ് തന്നെയാണ്. നാം ആത്മീയ കാര്യങ്ങളിൽ പുറകോട്ട് പോകുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ നമ്മെ വേട്ടയാടുന്നത്. നാം ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല കുഴപ്പങ്ങൾക്കും കാരണം ഇത്തരം നെഗറ്റീവ് ഊർജ്ജമാണ്. എത്ര തന്നെ സാധുവായ മനുഷ്യനായാൽ പോലും നെഗറ്റീവ് ഊർജ്ജം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവർ ക്രൂരനായി മാറും. അവർ ചെയ്യുന്ന പ്രവൃത്തിയല്ലാതെ അത് ആ നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. അവർക്കെല്ലാം ചെയ്തു കഴിയുമ്പോൾ കുറ്റബോധമുണ്ടാവും. കാരണം ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അവരല്ല, ആ നെഗറ്റീവ് ഊർജ്ജമാണ്. ഒരുപക്ഷെ ചില ആളുകൾക്ക് ആഭിചാരം പോലുള്ള ദോഷങ്ങളും ഉണ്ടാവാം. അതോടൊപ്പം സ്വന്തം കുലദേവതയുടെ അനുഗ്രഹം കുറയുന്നതും ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടുതൽ പ്രയാസപ്പെടുത്തുന്നതിന് കാരണമാവാം. അതുകൊണ്ടാണ് നാം എന്നും പറയാറുള്ളത്, നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ മാസത്തിലൊരു തവണ പോയി ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ ശുഭകരമായ കാര്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾക്കെല്ലാം അത് ഇരട്ടി ഫലം നൽകും. നിങ്ങളുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ഒപ്പം നിൽക്കുന്ന നിങ്ങളുടെ കുലദേവതയെ നിങ്ങൾ മറന്നു പോകാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് കുലദേവതയെ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും മനസ്സിൽ ധ്യാനിക്കാം. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ കൊണ്ടുവരികയുള്ളൂ. സ്വന്തം ജീവിതത്തിലേക്ക് സമ്പത്തും സമാധാനവും ഐശ്വര്യവും കടന്നു വരുന്ന ഈ ശുഭകരമായ കാര്യം കേൾക്കുമ്പോൾ പോലും പല ആളുകൾക്കും ഇത്തരം നെഗറ്റീവ് ചിന്താഗതികൾ കടന്നു വരും. അത് നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങൾക്കൊപ്പം നിങ്ങളറിയാതെ അദൃശ്യമായി നിൽക്കുന്ന ആ നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ നെഗറ്റീവ് ഊർജ്ജം കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ, അതായത് കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക്, മറ്റ് ആഭിചാര ക്രിയകളിലൂടെ വന്നു ചേരുന്ന ഇത്തരം ദുഷ്ടശക്തികൾ നിങ്ങൾക്കൊപ്പം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും നടക്കുന്ന നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവാവുന്നതാണ്. ഇത്തരം പൂജാ വഴിപാടുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ഇല്ലാതാക്കി പോസിറ്റീവ് ഊർജ്ജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതിന് നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട് ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്ത, ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്താൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ. അതൊരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുമിത്രാദികളിലും എല്ലാം ഉണ്ടാവാം. അവരിലേക്ക് ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. നമ്മുടെ പൂജാ വഴിപാടുകൾ നിങ്ങളിലൂടെ അവർക്ക് പങ്കാളിയാവുവാനും അവരുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജ്ജത്തെയും ഇല്ലാതാക്കി സമാധാനവും സന്തോഷവും ഐശ്വര്യവും തിരികെ ലഭിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട ലൈക്കുകൾ എന്നത്തെയും പോലെ ഈ ഒരു അധ്യായത്തിന് ചെയ്യുക.
ഈ ഒരു അധ്യായം കേൾക്കുന്ന എല്ലാവരും ഓം നമഃ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഭഗവാന്റെ നാമം ജപിക്കുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇത്തരം ദുഷ്ടശക്തികൾ അകന്നു പോകുന്നതിന് സഹായിക്കും. ഇനി നാളത്തെ ആ സൂര്യാസ്തമയത്തിന് മുൻപ് കോടീശ്വരന്മാരാവാൻ പോകുന്ന ഭാഗ്യത്തേരിലേറി ആഡംബര ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന ഇന്ന് പുലർച്ചെ പ്രശ്നത്തിൽ നമുക്ക് കാണാൻ സാധിച്ച ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ മഹാസൗഭാഗ്യ നക്ഷത്രങ്ങളിൽ ആദ്യം തന്നെ വരുന്നത് നമുക്കിന്ന് പുലർച്ചെ പ്രശ്നത്തിൽ കാണാൻ സാധിച്ച തിരുവോണം നക്ഷത്രക്കാരാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ഇത് ഭാഗ്യത്തിന്മേൽ ഭാഗ്യം കടന്നു വരുന്ന സുവർണ സമയമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ അവസാനം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്യണം. ഇന്നോ നാളെ പുലർച്ചെയോ അക്കാര്യങ്ങൾ ചെയ്താൽ മഹാഭാഗ്യം നിങ്ങളുടെ കൈവെള്ളയിൽ തന്നെ നിൽക്കും. അത്രയേറെ സൗഭാഗ്യമല്ലേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ശനി 3-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ ദീർഘകാലമായുള്ള ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും അവസാനിക്കും. വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ ധനഭാവത്തിൽ കൃത്യമായി പതിയുന്നതിനാൽ നഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ കരുതിയ വീടോ അല്ലെങ്കിൽ പണയത്തിലിരിക്കുന്ന ആഭരണങ്ങളോ ഒക്കെ നിങ്ങൾക്ക് തിരികെ എടുക്കുവാൻ സാധിക്കും. നിങ്ങൾ ഇന്നോ അല്ലായെങ്കിൽ നാളെ പുലർച്ചെയോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കൃഷ്ണ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കടന്നു വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങി എല്ലാ മറകളും നീക്കി നിങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചേരുന്നതിന് സഹായിക്കും. ആ ഭഗവാന്റെ ചൈതന്യം നിങ്ങൾക്കൊപ്പം നിലനിർത്തുന്നതും സഹായകരമായി തീരും. മെയ് 23-ാം തീയതി വലിയൊരു തുക നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുമെന്ന് തന്നെയാണ് നമുക്കിന്ന് കാണുവാൻ സാധിച്ചത്. അത് നിങ്ങളുടെ കർമ്മഫലവും നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും നിങ്ങളുടെ വഴിപാടുകളുടെയും ഭഗവാന്റെ അനുഗ്രഹവും ചൈതന്യവും നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇന്ന് പ്രശ്നചിന്തയിൽ രണ്ടാമതായി കാണാൻ സാധിച്ചത് രോഹിണി നക്ഷത്രക്കാരെയാണ്. ഇത്രയും നാൾ വലിയ ക്ഷമയോടെ കാത്തിരുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഇനി വരുന്നത് സുവർണകാലം തന്നെയാണ്. ശനി 11-ാം ഭാവത്തിലേക്ക് മാറുന്നത് വലിയ ലോട്ടറി ഭാഗ്യവും തൊഴിൽ ഉയർന്ന സ്ഥാനക്കയറ്റവും ലഭിക്കുന്നതിന് സഹായിക്കും. നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ നിന്നും നിങ്ങളുടെ കർമ്മരംഗത്ത് നിന്നും അപ്രതീക്ഷിതമായ വലിയ ധനലാഭം ലഭിക്കും. നിങ്ങളുടെ പരാജയവും തകർച്ചയും ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾക്ക് വലിയ വിജയത്തോടെ കുതിച്ചുയരാൻ കഴിയുന്ന സമയമാണ്. ജീവിതത്തിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വൻ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. മെയ് 23-ാം തീയതി നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാവുന്നത് തന്നെയാണ് നമുക്കിന്ന് പുലർച്ചെ കാണുവാൻ സാധിച്ചത്. മഹാഭാഗ്യത്തിൻ്റെ പടിവാതിൽക്കൽ തന്നെയാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നോ നാളെ പുലർച്ചെയോ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കാത്ത ആളുകൾ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇനി മൂന്നാമതായി ഇന്ന് പുലർച്ചെ നമുക്ക് പ്രശ്നത്തിൽ തെളിഞ്ഞു കാണാൻ സാധിച്ച മറ്റൊരു നക്ഷത്രം ചോതിയാണ്. ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ചോതി നക്ഷത്രക്കാരെ അലട്ടുന്നുണ്ട്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഇനി ശാന്തമാകും. ശനി 6-ാം ഭാവത്തിലൂടെ എത്തുന്നതോടെ നിങ്ങളുടെ ശത്രുനാശവും ദീർഘകാലമായുള്ള രോഗമുക്തിയും സംഭവിക്കും. പുതിയൊരു വീടോ വാഹനമോ വാങ്ങാനുള്ള നിങ്ങളുടെ വലിയ സ്വപ്നം ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാകും. മെയ് 23-ാം തീയതി നിങ്ങളുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായി വലിയ ധനം വന്നു ചേരും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. നിങ്ങൾ ഇന്നോ നാളെ പുലർച്ചെയോ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നാലാമതായി വരുന്നത് അനിഴം നക്ഷത്രക്കാരാണ്. 2026 മെയ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവിൻ്റെ മാസം തന്നെയാണ്. ജീവിതത്തിൽ അതായത് മെയ് 23-ാം തീയതി മുതൽ പാടെ മാറി മറിയും. വ്യാഴം 9-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതോടെ അപ്രതീക്ഷിതമായ ചില ഫോൺ കോൾ വഴിയോ അല്ലെങ്കിൽ ചില പ്രധാന കൂടിക്കാഴ്ചകൾ വഴിയോ വലിയ അവസരങ്ങൾ വന്നു ചേരും. ഭൂമി ഇടപാടുകളിൽ ഏർപ്പെടുന്നവർക്ക് വൻ ലാഭം പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ലോട്ടറി സൗഭാഗ്യം പോലുള്ള അപ്രതീക്ഷിത ധനയോഗം നിങ്ങൾക്ക് ഈ ഒരു മാസം 23-ാം തീയതി പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ധനം നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നാളികേരമുടച്ച് പ്രാർത്ഥിക്കുക. ഇന്നോ നാളെയോ അത് ചെയ്യുന്നത് അതീവ ശുഭകരമാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആ സൗഭാഗ്യം പടിവാതിൽക്കൽ തന്നെയാണ്. നിങ്ങൾക്കതിനെ പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കാം. ഇനി 5-ാമതായി വരുന്നത് മകം നക്ഷത്രക്കാരാണ്. ജീവിതത്തിൽ പുതിയൊരു ഉദയമാണ് മകം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. ബിസിനസ്സിൽ വലിയൊരു ഉണർവുണ്ടാകും. മാതൃസ്വത്തോ പിതൃസ്വത്തോ അപ്രതീക്ഷിതമായി ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറി വഴി തെളിഞ്ഞു വരും. ഭഗവതി വചനം നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും. നിങ്ങൾ ഇന്നോ നാളെ പുലർച്ചെയോ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളെ തേടിയെത്തുന്ന ഈ മഹാഭാഗ്യം നിങ്ങളുടെ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ വഴിപാടുകളുടെയും ശക്തി തന്നെയാണ്. നിങ്ങളുടെ തോൽവി ആഗ്രഹിച്ച് നിങ്ങളുടെ കണ്ണുനീര് ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ കുതിച്ചുയരാൻ ലഭിക്കുന്ന ഒരു സമയമാണ്, ഒരു സുവർണ അവസരമാണ്. നിങ്ങളുടെ പടിവാതിൽക്കൽ ഭാഗ്യം എത്തി നിൽക്കുകയാണ്. ആ ഭാഗ്യത്തെ പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കുക. നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ കുതിച്ചുയരുക. ഇനി 6-ാമതായി വരുന്നത് മൂലം നക്ഷത്രമാണ്.
ദൈവം ആരെയും കൈവിടിയില്ല എന്നതിൻ്റെ വലിയൊരു തെളിവായിരിക്കും മൂലനക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ജീവിതം. സർക്കാർ ആനുകൂല്യങ്ങളും ഉന്നത വ്യക്തികളുമായുള്ള ബന്ധങ്ങളും വലിയ ബഹുമതികളും നിങ്ങളെ തേടിയെത്തും. മുൻപ് എവിടെയോ നഷ്ടപ്പെട്ടു പോയ പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കാനും അവസരമുണ്ടാകും. ഈ മെയ് മാസം 23-ാം തീയതി അപ്രതീക്ഷിത ധനയോഗം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നത്. ഈ 23-ാം തീയതി തന്നെ നിങ്ങളുടെ ജീവിതമാകെ മാറി മറിയുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ഭാഗ്യമാണ്, അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്, അത് നിങ്ങളുടെ വഴിപാടുകളുടെ ശക്തിയാണ്, അത് ഭഗവാന്റെ ചൈതന്യം നിങ്ങൾക്കുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ആ ചൈതന്യം നിലനിർത്തുക. നിങ്ങൾ ഇന്നോ അല്ലെങ്കിൽ നാളെ പുലർച്ചെയോ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അടുത്തതായി സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്ന മറ്റൊരു നക്ഷത്രമാണ് മകൈര്യം. നിങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും ദൈവം കേട്ടിരിക്കുന്നു. കഷ്ടപ്പാടുകൾക്ക് അറുതി വരാൻ പോകുന്നു. ഈ 2026 മെയ് മാസം 23-ാം തീയതി നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറമുള്ള ഒരു തുക തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. അപ്രതീക്ഷിത ധനലാഭം അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുക തന്നെ ചെയ്യും. വർഷാവസാനത്തിന് മുൻപ് തന്നെ നിങ്ങൾക്ക് സ്വന്തമായി വീട്, വാഹനം, വിവാഹം ഇവയെല്ലാം അനുകൂലമായി വന്നു ചേരും. വ്യാഴത്തിൻ്റെ വക്രഗതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് വലിയ ധനലാഭം നൽകും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. അതിനുള്ള സാഹചര്യവും നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനം തന്നെയാണ് കൈകളിലേക്ക് എത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നാളികേരമുടച്ച് പ്രാർത്ഥിക്കുക. എല്ലാ തടസ്സങ്ങളെയും നീങ്ങി ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അത് സഹായിക്കും. ഇനി 8-ാമതായി വരുന്നത് വിശാഖ നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഇരുളകലാൻ പോവുകയാണ്. അതായത് പ്രഭാതം അടുക്കുന്നതിൻ്റെ ആ ഒരു ശുഭ മുഹൂർത്തത്തിലേക്കാണ് നിങ്ങൾ കടക്കാൻ പോകുന്നത്. ജീവിതത്തിൽ ഇരുളടഞ്ഞു പോയ എല്ലാ വഴികളിലും പ്രകാശം പരക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളും ഒന്നും പാഴായി പോയിട്ടില്ല. എല്ലാം ഭഗവാൻ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിമിഷത്തിൽ നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കുക. കുറേ കാലമായി നിങ്ങൾ അനുഭവിച്ച ഐശ്വര്യക്ഷയം മാറി ഇപ്പോൾ ഇതാ രാജയോഗം ആരംഭിക്കാൻ പോവുകയാണ്. ലോട്ടറി ഭാഗ്യവും ബിസിനസ് ലാഭവും വലിയ രീതിയിൽ വന്നു ചേരും. ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇന്നോ നാളെ രാവിലെയോ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചിരിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവർക്ക് വലിയ തിരിച്ചടി ലഭിക്കുന്ന സമയം തന്നെയാണ് കടന്നു വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തെ എല്ലാ അവസരങ്ങളെയും നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കും. ഈ മെയ് മാസം 23-ാം തീയതി നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറുക തന്നെ ചെയ്യും. ഇനി അവസാനമായി വരുന്നത് ഉത്രാടം പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. സ്വന്തമായി ഭൂമിയില്ലാത്ത, സ്വന്തമായി ഭവനമില്ലാത്ത, സ്വന്തമായി ജോലിയില്ലാത്ത, ജോലി നഷ്ടപ്പെട്ടവർക്ക് ഇതെല്ലാം തിരികെ ലഭിക്കുന്ന സമയമാണിത്. നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കുവാനും വലിയ രീതിയിലുള്ള സഹായങ്ങൾ പല വഴികളിലൂടെ ലഭിക്കുവാനും സഹായിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കുന്ന സമയമാണിത്. മടിയും അലസതയും പൂർണ്ണമായി മാറ്റി നിർത്തിയാൽ വിജയം സുനിശ്ചിതമാണ്. നിങ്ങൾ ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുക. ഈ അധ്യായം കേൾക്കുന്ന എല്ലാവരും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇന്നോ നാളെയോ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലികൾ കഴിപ്പിക്കുക. ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്ത ആളുകൾക്ക് നിങ്ങളുടെ പേരും നാളും നാം നേരത്തെ പരാമർശിച്ചതുപോലെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങളുടെ കുലദേവതയെ മനസ്സിൽ ധ്യാനിക്കുക. അതോടൊപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ വലിയ ജ്യോതിഷ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കണമെങ്കിൽ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ കഠിനാധ്വാനവും അതുപോലെ ആവശ്യമാണ്. ജ്യോതിഷം എന്നത് പ്രപഞ്ചത്തിൻ്റെ താളലയങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനുമുള്ള ഒരു വഴികാട്ടിയാണ്. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും നാം ചില കാര്യങ്ങൾ കൂടെ പറയാം. അതായത് എല്ലാ വ്യാഴാഴ്ചകളിലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഭക്തിയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ചെയ്യുക. വെള്ളിയാഴ്ചകളിൽ ദേവീവചനം നടത്തുക. അതോടൊപ്പം തന്നെ ലളിത സഹസ്രനാമം ജപിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ ധനസമൃദ്ധി ഉണ്ടാക്കുന്നതിന് അത്യുത്തമമാണ്. നിങ്ങൾ ഈ വർഷത്തെ വിഷുക്കണി കൃത്യമായി കണ്ടവരാണ് എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയും വഴിപാടുകളും ആത്മാർത്ഥത ഉള്ളതാണ് എങ്കിൽ ഭഗവാൻ എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും മാറി ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും കടന്നു വരട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.